അവന്റെ നിറവിൽ നിന്നും നമുക്കു എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന വാക്യം യോഹന്നാൻ 1:16 കാണപ്പെടുന്നു. യേശുക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. അവന്റെ പൂർണ്ണത എന്നത് ക്രിസ്തുവിന്റെ പൂർണ്ണ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ ദിവ്യ സ്വഭാവം, സ്നേഹം, സത്യം, കരുണ, ശക്തി. ഈ പൂർണ്ണ തടഞ്ഞുവയ്ക്കപ്പെടുന്നില്ല, മറിച്ച് അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഉദാരമായി പകരുന്നു. നമുക്ക് ലഭിച്ചതെല്ലാം എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഓരോ വിശ്വാസിയും ഈ ദിവ്യ സമൃദ്ധിയുടെ സ്വീകർത്താവ് ആണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇത് കുറച്ചു പേർക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്ന ഒരു പദവിയല്ല. ക്രിസ്തുവിലേക്ക് വരുന്ന എല്ലാവർക്കും ഇത് സൗജന്യമായി നൽകപ്പെടുന്നു. ഈ സമ്മാനം ഒരു തവണ മാത്രമുള്ള ഒരു സംഭവമല്ല, മറിച്ച് തുടർച്ചയായ ഒരു സ്വീകരണമാണ്, ഒരിക്കലും അവസാനിക്കാത്ത കൃപയുടെ ഒരു വിതരണം. കൃപമേൽ കൃപ എന്ന വാക്യം ദൈവത്തിന്റെ പ്രീതിയുടെ തുടർച്ചയായ അനുഭവത്തെ സൂചിപ്പിക്കുന്നു. ഇതിനെ കൃപയ്ക്കുമേൽ കൃപ അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഗ്രഹം എന്ന് വ്യാഖ്യാനിക്കാം. ഇതിനർത്ഥം ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ദൈവം അത് കൃപയാൽ നിറവേറ്റുന്നുവെന്നും മറ്റൊരു ആവശ്യം പിന്തുടരുമ്പോൾ കൃപയുടെ ഒരു പുതിയ വിതരണം നൽകപ്പെടുന്നു എന്നുമാണ്. അവന്റെ കരുതൽ എല്ലായ്പ്പോഴും സമയബന്ധിതവും പര്യാപ്തവുമാണ്. പലപ്പോഴും ശൂന്യമായി തോന്നുന്ന ഒരു ലോകത്തിൽ ഈ വാക്യം ആഴമായ ഉറപ്പ് നൽകുന്നു. ക്രിസ്തുവിൽ ഒരു കുറവുമില്ല. ഓരോ ബലഹീനതയ്ക്കും ശക്തിയുണ്ട്, ഓരോ പാപത്തിനും ക്ഷമയുണ്ട്, ഓരോ ഭാരത്തിനും വിശ്രമമുണ്ട്. ഈ വാക്യം സുവിശേഷത്തിന്റെ ഹൃദയത്തെ ഉൾക്കൊള്ളുന്നു. നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം. ആ പൂർണ്ണതയിൽ നിന്ന് അവൻ നമ്മുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളും നിറവേറ്റുന്നു. ക്രിസ്തുവിന്റെ അനന്തമായ കൃപയിൽ നിന്ന് നിരന്തരം സ്വീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിലും നന്ദിയിലും ജീവിക്കാൻ ഇത് വിശ്വാസികളെ ക്ഷണിക്കുന്നു.